production cause they know Brit and Mo, I hit the lotto, my motto, roll up gelato and throttle a couple models staccato who fucking brought up the bottles. I'm gone ham, this ain't even luck, all planned. Y'all know who the fucks I am, burning bucks, smoke bands, always been that. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ റിക്വസ്റ്റ് ടോപ്പിക് കൂടിയാണ്. അപ്പോൾ സംഭവം നിങ്ങൾക്ക് ഈ ഒരു ക്ലോത്തും ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഹെൽമെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങൾ തമ്മിലിൻ്റെ ഡേറ്റിലോ കണ്ടാണല്ലോ, ഹെൽമെറ്റ് ക്ലീനിങ് ആണ് നമ്മൾ പറയുന്നത്. വേറെ ഒരു ഹെൽമെറ്റ് ക്ലീനിങ് അല്ല, കുറച്ച് പ്രത്യേകതകളുണ്ട്. പിന്നെ ഈ ക്ലീനിങ് നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാം. പിന്നെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് കേട്ടോ. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഡെയിലി ഒബ്സർവേഷൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇന്നലെ ഷൂട്ട് ചെയ്തതാണ്. നമ്മൾ ഫയൽ കോപ്പി ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ മെമ്മറി കാർഡ് ഫുള്ളായിട്ട് ഫോർമാറ്റ് ആയിട്ട് പോയി. ഒരു വീഡിയോ പോലും അതിന് ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ആ വീഡിയോ നമുക്ക് നഷ്ടപ്പെട്ടു. ഡെയിലി ഒബ്സർവേഷൻ കണ്ടന്റ് ഇനി ഉണ്ടാവും, പക്ഷേ ആ മിസ്സായ കണ്ടന്റ് ഇനി വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടന്റുകളായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്, എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഒരു റിവ്യൂ വീഡിയോ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ റീച്ച് കാര്യങ്ങളെല്ലാം ഉള്ളൊരു വീഡിയോ ആണ്. നല്ല രീതിയിൽ നമ്മുടെ ചാനലിൽ ടോപ്പ് റാങ്കിങ്ങിൽ നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണാതെ ആരെങ്കിലും ഉണ്ട് ജസ്റ്റ് ഉണ്ട് പോയിട്ട് കാണുക. ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അതുപോലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ അപ്പോൾ ഹെൽമെറ്റിൻ്റെ ക്ലീനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഹെൽമെറ്റിൻ്റെ ക്ലീനിങ്, അതായത് സാധാരണ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ പോരെ എന്നൊരു ഒപ്പീനിയൻ വരാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ ക്ലീൻ ചെയ്താൽ മതി. ഇങ്ങനെ ഒരു എക്സ്ട്രാ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ക്ലീൻ ചെയ്യണം എന്നൊന്നും ഇല്ല. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ പ്രീമിയം പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രീമിയം രീതിയിലുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ അതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു കാര്യം മേടിക്കാനും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇത്രയും സേഫ്റ്റി തരുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മളത് അതും ഹൈജീനായിട്ടും ക്ലീനായിട്ടും കൊണ്ടു നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു നോർമൽ ഹെൽമെറ്റിന് ഈ ടൈപ്പിലൊരു ക്ലീനിങ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമില്ല. ഇതിനും നിർബന്ധമില്ലാത്തവരാണ്. നമ്മുടെ ഒപ്പീനിയൻ ആണെങ്കിലും ക്ലീൻ ചെയ്യണോ വേണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പോൾ ഒരു പ്ലാറ്റിനുള്ള ഒരാളും ഒരു പ്രീമിയം ബൈക്കുള്ള ഒരാളും രണ്ടിൻ്റെയും മെയിൻ്റെനൻസ് ഡിഫറൻ്റ് ആയിരിക്കും. നമ്മളൊരു പ്ലാറ്റിനിക്ക് വരുന്ന മെയിൻ്റെനൻസ് അല്ല നമ്മുടെ ഒരു പ്രീമിയം ബൈക്കിന്, ഇപ്പോൾ ഒരു ഡോമിനാറിനോ 390 വരുന്നത് മെയിൻ്റെനൻസ് കൂടുതലാണ്. പ്രീമിയം മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് വരുമ്പോൾ അതിന് അതിനേതായുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളുണ്ടാവും. പക്ഷേ അത് ചെയ്യണോ വേണ്ടെന്നുള്ള നമ്മുടെ ഒപ്പീനിയനാണ്. നമ്മൾ തീരുമാനിക്കാതെ ചെയ്യണോ വേണ്ടെന്നുള്ളൊരു കാര്യം. ഒരു വീത്തിലുള്ള ഒരാളാണെന്ന് വിചാരിക്കാം, അയാൾക്കൊരു കൃത്യമായിട്ടൊരു ഇൻ്റർവെല്ലിന് വീത്തിരിന്ന് മാത്രമല്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്, ചെയിൻ കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ ലൂബ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ചെയിൻ ലൂബ് അതുപോലെ തന്നെ ചെയിൻ ക്ലീനറിന് അത്യാവശ്യം നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ വരും. പക്ഷേ അത് നമ്മൾ പ്രീമിയം ആയിട്ട് തന്നെ അതിന് ചെയിൻ ലൂബും അതിൻ്റെ ചെയിൻ ക്ലീനറും അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ലൂബ് ചെയ്തുകൊണ്ടാണ് നമുക്കതിന് കൂടുതൽ ലൈഫ് കാര്യങ്ങളെല്ലാം കിട്ടും. പക്ഷേ അതേസമയം നമുക്ക് അവിടെ വേണമെങ്കിൽ ഗ്രീസ് തൂക്കുക അല്ലെങ്കിൽ സാധാ ഓയിലിട്ട് ലൂബ് ചെയ്യാനും പറ്റും. അത് നമ്മുടെ ഒപ്പീനിയനാണ്, അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. രണ്ടും ഓക്കെയാണ്, പക്ഷേ മറ്റേതാണ് ഇച്ചിരി കൂടി കംഫർട്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒപ്പീനിയനാണ്, നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാൻ. പിന്നെ പല ടൈപ്പ് ക്ലീനറും വരുന്നുണ്ട്. അതായത് ഷെല്ല് ക്ലീൻ ചെയ്യാനായിട്ട്, ഔട്ടർ ഷെല്ല് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്ന ഇതുണ്ട്. അതിപ്പോൾ ഗ്ലോസി ഫിനിഷിനും മാറ്റ് ഫിനിഷിനും പ്രത്യേകമായിട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഗ്ലോസി ഫിനിഷിന് വേറൊരു ടച്ചും നമ്മുടെ മാറ്റ് ഫിനിഷിന് വേറെ ഒരു ഇതായിട്ടെല്ലാം വരുന്നത് നമുക്കറിയാലോ. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു മെയിനായിട്ട് വരുന്നൊരു ക്ലീനിങ് പ്രോഡക്റ്റ് നമ്മുടെ വൈസർ ക്ലീനറായിട്ട് സെപ്പറേറ്റ് ഒരു വൈസർ ക്ലീനർ എന്ന് പറഞ്ഞൊരു ക്ലീനർ വരുന്നുണ്ട്. അപ്പോൾ മൊഡ്യൂളിൻ്റെയൊക്കെയാണ് തന്നെ വൈസർ ക്ലീനർ അവൈലബിൾ ആണ്. അപ്പോൾ വൈസർ ക്ലീനർ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ, എന്താ പറയുക, ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയുന്ന രീതിയിൽ സെറ്റപ്പായിട്ട് മാറും. അപ്പോൾ ഞാൻ മേടിക്കാൻ ചെന്നപ്പോൾ ഷോപ്പിൽ സംഭവം അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മേടിക്കാൻ പറ്റിയില്ല. അതിന് ഏകദേശം ഒരു 250 രൂപയാണ് ആ പ്രൊഡക്റ്റിന് മാത്രമായിട്ട് വരുന്നത്. അത് വൈസർ ക്ലീനിങ് മാത്രമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഹെൽമെറ്റിൻ്റെ ഔട്ടർ ഷെല്ലും ക്ലീൻ ചെയ്യാമെന്ന് തോന്നുന്നു. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. സോ അതുകൊണ്ട് അത് ഞാൻ ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഡെയിലി ഒബ്സർവേഷൻ കണ്ടന്റിൽ നമ്മൾ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുന്ന വീഡിയോ, അതുപോലെ തന്നെ ഇതുപോലെ ചെറിയൊരു പ്രൊഡക്റ്റിൻ്റെയൊക്കെ ചെറിയൊരു പോയിന്റുകളൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1500 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു സൂപ്പർ ഹെൽമെറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ വെച്ചിട്ട് അതിൻ്റെ കുറച്ച് മോഡൽസ് കാര്യങ്ങളെല്ലാം ജസ്റ്റ് ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ നമ്മളത് കംപ്ലീറ്റ് പോയി സൂപ്പർ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ കുറച്ച് പോയിന്റുകളൊക്കെ എടുത്തിട്ട് ആ ഷോപ്പിൽ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും ഡെയിലി ഒബ്സർവേഷൻ കണ്ടന്റിലായിരുന്നു. പക്ഷേ അത് നമ്മളിൽ നിന്ന് ഫുള്ളായിട്ട് പോയി. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ അതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ പിന്നെ വരുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷെല്ല് പോളിഷ് ചെയ്യാനുള്ളതും വാക്സ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വൈസർ ക്ലീനർ, ഞാൻ പറഞ്ഞ പോലെ വൈസർ ക്ലീനർ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ കുഷീൻ അല്ലെങ്കിൽ നമ്മുടെ പാഡിങ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും തലയിലേക്ക് നമ്മൾ ബാരക്ലോൺ യൂസ് ചെയ്യാതെ വയ്ക്കുന്നവരുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് എന്തായാലും ബാരക്ലോൺ യൂസ് ചെയ്തില്ലെങ്കിലും അത്യാവശ്യം വേർപ്പ് കാര്യങ്ങളെല്ലാം ഉള്ളിൽ കുഷിയിൽ കാര്യങ്ങളെല്ലാം ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയ വരാനും ചാൻസ് ഉണ്ട്. ചെറിയ പിന്നെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 1 to 2 weeks നമ്മൾ ഹെൽമെറ്റ് എടുക്കാതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച ഹെൽമെറ്റ് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ വൈറ്റ് ഫംഗസ് പോലത്തെ സംഭവം വന്നിരിക്കുന്നതാണ്. അത് എല്ലാ ഹെൽമെറ്റിലും നോർമലായിട്ട് കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഹെൽമെറ്റ് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരു സ്മെല്ല് പോകാനൊക്കെ ആയിട്ടും
പിന്നെ ചെറിയ ചെറിയ ബാക്ടീരിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഇതുപോലുള്ള ക്ലീനർ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ മേടിക്കാൻ പോയ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വിസ്റ്റയുടെ ഒരു ഹെൽമെറ്റ് ക്ലീനറാണ്. പക്ഷേ ഷോപ്പിൽ അത് കറൻ്റ് അവൈലബിൾ അല്ലായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് മേടിച്ചിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 5Mൻ്റെ ഹെൽമെറ്റ് ക്ലീനറാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 5M നല്ലൊരു ബ്രാൻഡാണ്. ഒരുപാട് ഓട്ടോ കെയർ പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ബ്രാൻഡാണ് 5M എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്കിപ്പോൾ തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, അതായത് ചിൻ കർട്ടൻ ഞാൻ റിമൂവ് ചെയ്യാണ്ടാണ് നമ്മുടെ ഗോപ്രോൻ്റെ മൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ചിൻ കർട്ടൻ ഉള്ള ഒട്ടുമിക്ക എല്ലാ ഹെൽമെറ്റിലും ഗോപ്രോയുടെ മൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് ഇത് ഊരി കളഞ്ഞിട്ടാണ് ചെയ്യാറ്. പക്ഷേ എനിക്കിത് ഊരി കളഞ്ഞിട്ട് വെച്ചപ്പോൾ എന്തോ ഒന്നില്ലാത്തൊരു ഫീലിംഗ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ കർട്ടൻ കൂടി വേണം എനിക്കൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ ചെറുതായിട്ടൊരു ഹോൾ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ട്രാപ്പിൻ്റെ ഇതെടുത്തിട്ടാണ് ക്ലിപ്പ് ചെയ്തത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇത് സ്ട്രാപ്പ് ഊരാണ്ട് ഈ കർട്ടൻ ഊരാണ്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ലൂസ് ഉണ്ട്, പക്ഷേ പ്രശ്നമൊന്നുമില്ല. അവിടെ ചെറിയൊരു ഇളക്കമുണ്ട്, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഇടക്കിട്ടൊക്കെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തത്. പക്ഷേ അങ്ങനെ ടൈറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഇടക്കാട് ഇട്ടിട്ട് പാടാണ്. ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ മൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ മൈക്കൊന്ന് റിമൂവ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മൈക്ക്. മവാന എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മളെ ക്യാമറേൻ്റെ ആക്സസറീസിൻ്റെയും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടനെ അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ മൈക്ക് ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. കാരണം മോട്ടോ വ്ളോഗിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ട് ചെറിയൊരു സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഡെയിലി സിറ്റി യൂസിലൊക്കെ പോയി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ വൈസറിലോട്ട് തന്നെ സൂക്ഷിച്ച് കയറി അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ദീപ്പൊട്ടിയൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ പൊടി കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നർ പാഡിങ് മാത്രമാണ് ഇപ്പോൾ ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മൈക്ക് കാര്യങ്ങളെല്ലാം കണക്റ്റഡ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി എൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ ഡെയിലി ഒബ്സർവേഷൻ കണ്ടന്റിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് മിസ്സായി പോയതിൽ നല്ല വിഷമമുണ്ട്. ഒരുപാട് എന്താ പറയുക, അടിപൊളി കണ്ടൻറ്റുകൾ മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. എല്ലാം കൂടിയിട്ട് ഒറ്റൊരു വീഡിയോയിലായിട്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ നിന്ന് പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഏറ്റവും കൂടുതൽ ഞാൻ കെയർ ചെയ്ത് കൊണ്ടു കൊടുക്കുന്ന ഒരു സാധനമാണ് എൻ്റെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും കൂടുതൽ ഞാൻ കെയർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് എൻ്റെ ഹെൽമെറ്റ്. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റിൽ ചെറിയൊരു സ്ക്രാച്ചോ അങ്ങനെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ നല്ല വിഷമമാണ്. പക്ഷേ അങ്ങനെയൊന്നും പറ്റിയിട്ടൊന്നുമില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കെയർ ചെയ്ത് ഞാൻ കൊണ്ടു കൊടുക്കുന്നത് എൻ്റെ ഹെൽമെറ്റിൽ എന്തായാലും നല്ല രീതിയിൽ പൊടി കാര്യങ്ങൾ, നമ്മൾ കാണാത്ത രീതിയിലുള്ള പൊടി കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ ഹെൽമെറ്റിൽ ഇതുപോലെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പിക്കാം. അപ്പോൾ ഇതാണ് 5M ഹെൽമെറ്റ് ക്ലീനർ ഇന്നർ ഹെൽമെറ്റ് സ്പ്രേ ക്ലീൻസ് ആൻഡ് ഫ്രഷ്ന്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊറോണ ഒക്കെ കൂടിയ സമയത്ത് ഹെൽമെറ്റ് എന്താ പറയുക, ഹെൽമെറ്റ് സാനിറ്റൈസിങ് അങ്ങനെ പറഞ്ഞിട്ട് പ്രത്യേകം പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. പിന്നെ ചില ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ ഹെൽമെറ്റ് വാക്സിങ്, അതുപോലെ തന്നെ ഫോം ക്ലീനിങ്, അതുപോലെ തന്നെ സാനിറ്റൈസിങ് അടക്കം ഒരു പാക്കേജൊക്കെ ആയിട്ട് പല ഷോപ്പുകളിലും ഇച്ചിരി കൂടി എന്താ പറയുക പ്രീമിയം ആയിട്ടുള്ള ഷോപ്പുകളിലായിരിക്കും സെപ്പറേറ്റ് ഇതുപോലത്തെ സർവീസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രീമിയം ഹെൽമെറ്റിന് എല്ലാ ഹെൽമെറ്റും പ്രൊവൈഡ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ നമുക്കിതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പിടിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ആൻഡ് ഫ്രഷ്നെസ് എന്നാണ് മെയിനായിട്ട് കൊടുത്തത്. സാനിറ്റൈസിങ് അത് എത്രത്തോളം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ മെയിനായിട്ട് വേണ്ട ഇതിൻ്റെ ഉള്ളിലൊരു ക്ലീനിങ്ങും പിന്നെ ഒരു ഫ്രഷ്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് വായിച്ച് നോക്കാം. 5M ഹെൽമെറ്റ് ക്ലീനർ ഈസ് disinfect and cleaning foam spray for helmet. It is a foaming agent with active cleaner and deodorize which clean and freshen a smelly and dirty helmet. Use it frequently to keep helmet smell and bacteria free. It is easy to use and leaves a pleasant aroma. ഡയറക്റ്റ് ടു യൂസ് കൊടുത്തിട്ടുണ്ട്. ഷേക്ക് വെൽ ബിഫോർ യൂസ്. സ്പ്രേ ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 6 to 7 inches. അതായത് തൊട്ടടുത്ത് വെച്ചിട്ടൊന്നും സ്പ്രേ ആണെങ്കിൽ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ടിട്ട് സ്പ്രേ ആയിട്ട് ശ്രദ്ധിക്കുക. സ്പ്രേ evenly inside the helmet covering all the areas. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോഷൻ കൊടുത്തിട്ടുണ്ട് ഫ്ലെയിമബിൾ കണ്ടന്റ് ആണ്. അണ്ടർ പ്രഷർ കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ, ഹീറ്റ് ആൻഡ് ഫ്ലെയിം, ഡു നോട്ട് പഞ്ച് ഓഫ് ഇൻഗ്രീഡിയൻസ്, അങ്ങനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ 200 ആണ്. MRP 200 ആണ് വരുന്നത്. 120 ml ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ എത്ര വട്ടം യൂസ് ചെയ്യാനുള്ള കാര്യം കൃത്യമായിട്ട് ഒരു 2-3 times എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫുള്ള് നല്ലൊരു ഷേക്ക് ചെയ്യണമെന്നാണ്. ജസ്റ്റ് ഷേക്ക് ചെയ്യാം. ഇത് നിറച്ച സാധനം തോന്നുന്നു, കാരണം ഷേക്ക് ചെയ്തിട്ട് ഷേക്കാവുള്ള. ഓക്കെ, നമുക്ക് പൊട്ടി പോകാം. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ SMKൻ്റെ ഹെൽമെറ്റിൻ്റെ ഒരു ഇതൊക്കെ കേട്ടോ പ്രോഡക്റ്റിൻ്റെ ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ശ്രീ ഓട്ടോ ആക്സസറീസ് 1997 ഇന്ത്യൻ പ്രോഡക്റ്റ് ആണോ.
നമ്മൾ മാക്സിമം വൈസറിലൊന്നും ആവാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ വൈസറിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പാട് പോലെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വൈസറിലാവാത്ത രീതിയിലാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. അപ്പോൾ ഷേക്ക് വെൽ ബിഫോർ ഇറ്റ് യൂസ്. നമ്മൾ ഒരുപാട് ഷേക്ക് ചെയ്തു, സാധനമാവുന്ന അറിയില്ല. കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് അടിക്കരുത്, ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടിക്കാനായിട്ട്. അതായത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ഫോം വന്നിട്ടുണ്ട്. നമ്മുടെ ഞാൻ നേരത്തെ മേടിക്കാനായിട്ട് ഉദ്ദേശിച്ച പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ, അന്ന് വിസ്റ്റ എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് മേടിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അതിനേക്കാളും കൂടുതൽ ഫോം വരുന്നവരാണ് എനിക്ക് തോന്നിയത്. അത്യാവശ്യം നല്ല രീതിയിൽ ഫോം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇവർ ശരിക്കും നമ്മുടെ ഒരു പത പോലെ തന്നെ, സോപ്പും പത പോലെ തന്നെ ഉണ്ട്. നല്ലൊരു സ്മെല്ല് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 5 മിനിറ്റ്സ് വരെ നമ്മൾ ഇതൊന്ന് വെയിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ 5 മിനിറ്റ്സ് മറ്റേ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനു മുമ്പ് ഈ സാധനം ഉള്ളിലോട്ട് വലിഞ്ഞു. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു കുറച്ച് നേരത്തോട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ അപ്പം തന്നെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വൈസറിൻ്റെ അവിടെയൊക്കെ കുറച്ചായിരുന്നു കേട്ടോ. അതിനിപ്പോൾ എന്തെങ്കിലും പാട് പോലെ വരുമെന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളിത് വൈപ്പ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്തിട്ട് വൈപ്പ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ മൈക്രോ ഫൈബർ ക്ലോത്തൊന്നുമില്ല, അതുപോലത്തെ ഒരു ക്ലോത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇത് ഫുള്ള് വലിഞ്ഞു പോകാൻ നോക്കിയേക്കല്ലേ, അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്ത് നോക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് മൈക്രോ ഫൈബർ. അത് നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്ത് മേടിച്ചിട്ട് ചെയ്യാമെന്ന് പറയാനുള്ള കാരണം നിങ്ങളിപ്പോൾ സൂക്ഷിച്ച് നോക്കി അറിയാൻ ഇത് കണ്ടോ. ഇപ്പോൾ നമ്മൾ ഈ യൂസ് ചെയ്ത ക്ലോത്തിൻ്റെ നൂല് വന്നിരിക്കുന്നുണ്ടോ ഹെൽമെറ്റിൽ. അപ്പോൾ അതാണ് മൈക്രോ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് വൈപ്പ് ചെയ്യാന്ന് പറയണേ. അപ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്തിന് ഏകദേശം ഈ ഒരു സൈസിൽ വരുന്നതിന് 250 രൂപയാണ് വില വരുന്നത്. അപ്പോൾ നമ്മുടെ അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മേടിക്കുക. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് കാണാമായിരിക്കും, ഒരു കളർ ഡിഫറൻസ് ഉണ്ടോ. അതൊരു നനവിൻ്റെ ആയിരിക്കാം, പക്ഷെ നമ്മൾ ഇപ്പോൾ ഏകദേശം ആവാത്ത സ്ഥലം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്നൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതൊരു നിങ്ങൾക്കറിയാമല്ലോ ഒരു സോപ്പും പത പോലെ ഒരു സംഭവമാണ്, ഫോമാണ്. അപ്പോൾ ഇതിന് നമ്മൾ വെച്ചിട്ട് ഇനി വേർത്ത് കഴിയുമ്പോൾ ഈ ഫോം വീണ്ടും റീക്രിയേറ്റ് ആവുമെന്നൊരു ഡൗട്ട് ഉണ്ടാവും. അതായത് വീണ്ടും നമ്മൾ വേർത്ത് കഴിയുമ്പോൾ വീണ്ടും ഈ ഇതിൻ്റെ അകത്ത് നിന്ന് പത പുറത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഡൗട്ട് എനിക്കും ഉണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ വൈസർ ക്ലീനർ നമ്മൾ മേടിച്ചിട്ടില്ല, അതുകൊണ്ട് വൈസറിൽ ഇങ്ങനെ ഈ മഴ പെയ്തിട്ട് തുള്ളി ആടിയിട്ട് പിന്നെ പൊടി അടിച്ചിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഫുള്ളൊരു ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യണം അല്ലാണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു വീഡിയോ നമുക്ക് മനസ്സിലാകുന്നതിന് പിന്നെ കറക്റ്റ് ഇതിൻ്റെ ആ ഒരു ക്ലീനിങ് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഈ ഒരു ഭാഗങ്ങൾ ഇനി നിങ്ങൾ ജസ്റ്റ് മസ്റ്റായിട്ടൊന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സാക്റ്റ് ആ ഒരു ചെളി എങ്ങനെയാണ് ഇളകി വരുന്നത് എന്നുള്ള വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ വൈസർ ശ്രദ്ധിച്ചോ, ഞാൻ വെച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട് വൈസർ. അപ്പോൾ ഈ ഒരു വൈസർ ഇങ്ങനെ വൈസർ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ സാധാ ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഈ നമ്മുടെ ഗ്ലാസ് പോലത്തെ പാർട്ടിക്കിൾസ് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ സെറ്റപ്പ് സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് അതും കൂടി ഒന്ന് യൂസ് ചെയ്യാറൊന്നുമില്ല. ലോക്കൽക്കും നമ്മൾ ടൈപ്പ് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ടുള്ളത് കാണിച്ചാൽ. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ വേറൊരു കളറായിരുന്നു, ഇപ്പോൾ എക്സാക്റ്റ് ആ ഒരു ബ്ലൂ കളർ തിരിച്ചിട്ടുണ്ടോ. ഇതാണ് ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹെൽമെറ്റ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യുന്ന ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ വിസ്റ്റ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട്. പല കമ്പനികളുടെ ഹെൽമെറ്റ് ക്ലീനർ വരുന്നുണ്ട്, നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് വെച്ചിട്ട് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഹെൽമെറ്റ് പാഡിങ് റിമൂവബിൾ ആയിട്ടുള്ള ഹെൽമെറ്റാണ്. അപ്പോൾ റിമൂവ് ചെയ്യാണ്ട് തന്നെ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിമൂവ് ചെയ്യാതെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടി ബെറ്റർ എന്നാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. കാരണം റിമൂവ് ചെയ്തിട്ട് തിരിച്ച് പാഡിങ് വയ്ക്കുമ്പോൾ ചിലപ്പോൾ പാഡിങ് കൃത്യമായിട്ട് ഓക്കെ ആവണമെന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടി എളുപ്പം എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു.